എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത CPM പ്രതിനിധിക്ക് വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്നില്ല. എനിക്ക് പോകുന്ന സന്ദേശം നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള BJP നേതാവ് എനിക്ക് അയച്ച സന്ദേശം എന്ന് പറയുന്നത് അവിടെ ഉപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ശാഖയിൽ ഈ പറയുന്ന പ്രതിനിധിയാണ് CPMന്റെ പ്രതിനിധിയും പോയി പങ്കെടുക്കുകയും RSSന്റെ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെന്ന് നിലമ്പൂരിലെ പ്രവർത്തകർ ഇപ്പൊ എന്നെ മെസ്സേജ് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. അത് അദ്ദേഹം നിഷേധിക്കാതിരിക്കാം. അതിന്റെ പ്രശ്നമേ അല്ല. ഇവിടെ പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ RSSന്റെ ശാഖയിൽ പല കാര്യങ്ങൾ വന്നത് കാരണം ഇതൊരു ഓപ്പൺ ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇവരുടെ പോലെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നോവ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ ഇല്ല, 51 വെട്ടി ആരെയും കൊല്ലാനും പോകുന്നില്ല. RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഈ രാജ്യത്തെ നിരവധി മഹാന്മാരായിട്ടുള്ള ആളുകൾ, മനോരമ ന്യൂസിൽ ഉൾപ്പെടെ ശ്രീ ജസ്റ്റിസ് KT തോമസ് ഉൾപ്പെടെ ജേക്കബ് തോമസ് ഉൾപ്പെടെ എത്രയോ ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ, ഹിന്ദു മതവിഭാഗത്തിൽ പെടാത്ത ആളുകൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ചരിത്ര വസ്തുവായിട്ട് മുന്നിലുണ്ടല്ലോ. ഞാൻ വിനോബ ഭാവയോ അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണനോ ഒന്നും പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേളപ്പജി അദ്ദേഹം അവസാന കാലത്ത് ആരോടൊപ്പമായിരുന്നു? സംഘത്തോടൊപ്പമായിരുന്നില്ലേ? തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് ഓർമ്മയില്ലേ? മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പെരിന്തൽമണ്ണയ്ക്ക് അങ്ങാടിപ്പുറത്ത് നടന്ന തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല ഒരു പക്ഷേ. അതൊക്കെ കേളപ്പജി ആരോടൊപ്പമായിരുന്നു? സംഘത്തോടൊപ്പമായിരുന്നു. ഈ സംഘത്തോടൊപ്പം ഈ രാജ്യത്തെ മഹാന്മാരായിട്ടുള്ള നിരവധി ആളുകൾ പെരിന്തൽമണ്ണയിൽ നിങ്ങൾ നടത്തുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലല്ലേ സ്വരാജ്? ഞങ്ങൾ ഹോസ്പിറ്റൽ നടത്തുന്നത് വയനാട്ടിലെ മുട്ടിലും അട്ടപ്പാടിയിലെ മുക്കാലിലും ഒക്കെയാണ്. പാവങ്ങൾക്ക് 10 രൂപ പോലും കൊടുക്കേണ്ട സൗജന്യമായി ചികിത്സ നടത്തുന്നു ആദിവാസി മേഖലകളിൽ. നിങ്ങൾ എവിടെയാ ഉള്ളത്? ഈ രാജ്യത്തെ ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ട് ഒക്കെ ഏകൽ വിദ്യാലയങ്ങളായിട്ട് 50,000 മേഖൽ വിദ്യാലയങ്ങളാണ് RSS നടത്തുന്നത്. നിങ്ങൾക്കറിയാം 50,000-ലധികം. എവിടെയാ CPM ഉള്ളത്? ഈ രാജ്യത്ത് സേവാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തിലെ തന്നെ സേവാ സംഘടനകളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഒരു 30 സെക്കൻഡ് അവസാനിപ്പിക്കാം. ഇവർ തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനമാണല്ലോ. ഇവർ തൊഴിലാളി വർഗ്ഗ പ്രസ്ഥാനമാണല്ലോ. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം RSSന്റേതല്ലേ? അതായത് തൊഴിലാളികൾ പോലും നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ഭാരതീയ മസ്ദൂർ സംഘമല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം? ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് ABVP അല്ലേ? ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാജനൈതിക സംഘടന അത് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ? 1925 തുടങ്ങിയ RSS എവിടെ നിൽക്കുന്നു? 1925 തുടങ്ങിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് അതപ്പതിച്ച് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഇരുത്തേണ്ടത് തിരുത്തിയത്.